ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്, എന്താ അറിയോ? ഇത് ഇന്ത്യ. ഓ നേപ്പാൾ. എല്ലാവർക്കും നമസ്കാരം. ലാൻഡ് റോവർ ടാക്സി ആയിട്ട് ഓടുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയാമോ? അത് ഇന്ത്യയിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ മാനേബഞ്ച എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇതുപോലെ പഴയ 1954 തൊട്ടുള്ള 40 ലാൻഡ് റോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലാൻഡ് റോവറിൽ കയറ്റിയിട്ട് ഇവർ നമ്മളെ സന്തക്ഫു എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോകും. ആ സന്തക്ഫുവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഞാൻ ഒന്നുകൂടെ പറയാം, സന്തക്ഫു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ വേറൊരു സ്ഥലം കൂടെ കയറുന്നുണ്ട്, ടുംലിംഗ്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇന്ത്യ നേപ്പാൾ ബോർഡറിലാണ്. ഈ വണ്ടിയിൽ കയറി നമ്മൾ നേരെ പോകാൻ പോകുന്നത് നേപ്പാളിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടം വരെ നമ്മളെങ്ങനെ എത്തിയെന്ന് നിങ്ങളൊന്ന് കണ്ടേച്ചോ. ഇതാണ് മാനേബഞ്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണ്. ചെറിയൊരു ടൗണാണ്. ഇവിടുന്ന് 32 കിലോമീറ്റർ ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ സന്തക്ഫു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഒറ്റ സ്ട്രെച്ചിലൊക്കെ പോവുകയാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഇടയ്ക്ക് നിർത്തി ടുംലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടാണ് സന്തക്ഫുവിന് പോകുന്നത്. അടിപൊളി, ഒരു രക്ഷയില്ല, എന്നാ പറയേണ്ടത് അറിയത്തില്ല. പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ വന്നത് ഏറ്റവും മോശം കാലാവസ്ഥയുള്ള സമയത്താണ്. ഇതൊരു ജൂൺ മാസമാണ്. സോ മഴയൊക്കെ ആയിട്ട് ഫുള്ള് കോടയൊക്കെ കയറി ആകെ സീനടിച്ച് കിടക്കുന്ന സമയത്താണ് നമ്മൾ എത്തിയത്. പക്ഷെ ആ ഒരു റൈഡ് ഒരു രക്ഷയില്ലാത്ത മൂഡായിരുന്നു. ഇപ്പം നല്ല വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ആ വഴിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു പോകുന്നതിനിടയ്ക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് പണി മുടക്കി, എന്തോ ഒരു കേബിൾ പൊട്ടിപ്പോയി. ലാൻഡ് റോവർ ആണെങ്കിൽ കൂടി ലാൻഡ് റോവേഴ്സിന് പാർട്സ് ഒന്നും കിട്ടുകയില്ലാത്തതുകൊണ്ട് ഇതിലെ മേജർ പാർട്സും മഹീന്ദ്രയുടെയൊക്കെയാണ്. എന്തായാലും വണ്ടി ബ്രേക്ക് ഡൗൺ ആയത് നല്ലൊരു അടിപൊളി സ്ഥലത്താണ്. നല്ല പച്ചപ്പ് വിരിച്ച് കിടക്കുന്ന, മഞ്ഞ് പുതച്ച് കിടക്കുന്ന വെസ്റ്റ് ബംഗാളിൽ ഏതോ ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ റോഡിൽ പെട്ടു. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ കാഞ്ചൻജംഗ നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ നമുക്കിതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. മാനേബഞ്ചനിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പം ചെറിയൊരു സ്റ്റോപ്പുണ്ട്. അവിടെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ചായയും പിന്നെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ലൈറ്റായിട്ടുള്ള നൂഡിൽസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ റേറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. കാര്യം അവർ ഇത്രയും താഴെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ടീ ഒരു രക്ഷയില്ല, അടിപൊളി തേയിലയാണ്. പിന്നെ വേണമെങ്കിൽ എന്താണ് സിഗരറ്റ്, മദ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമുക്കെന്നാൽ ഒരു ചായ അടിച്ചിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിങ്ങിലുള്ള ചായ അതൊരു കിടിലൻ ചായയാണ്. ഡാർജിലിംഗ് ടീ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആളും അലമ്പും ബഹളങ്ങളും ഒന്നും ഇല്ലാത്ത ആ ഒരു വഴി കൂടെയുള്ള യാത്ര കാഞ്ചൻജംഗയുടെ കാഴ്ചകളൊന്നും കണ്ടില്ലെങ്കിൽ കൂടി എൻജോയബിൾ ആയിരുന്നു. ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്, എന്താ അറിയോ? ഇത് ഇന്ത്യ. ഓ നേപ്പാൾ. ഇത് ഇന്ത്യ, ഇത് നേപ്പാൾ. രണ്ട് രാജ്യത്തും ഇന്ത്യയിലെ നേപ്പാളിലേക്ക് വേണ്ടി ക്ഷയിക്കാൻ കൊടുക്കും ഒരേ സമയത്ത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, സ്ഥലം ഭയങ്കര നീറ്റാ. ഇവിടുത്തെ ക്ലീനിങ് സിസ്റ്റം ഒക്കെ അടിപൊളിയാണ്. കാര്യം ഡെയിലി താഴെയൊക്കെ വണ്ടി വന്ന് ഫുള്ള് വേസ്റ്റ് ഒക്കെ എടുത്തു പോയി സിറ്റിയൊക്കെ പക്ക ക്ലീൻ. പിന്നെ ആൾക്കാർ ഒരു രക്ഷയില്ല, ഭയങ്കര സാധാരണമാണ്, ഭയങ്കര സ്നേഹമാണ്. 1852 മുമ്പ് വരെ കാഞ്ചൻജംഗയായിരുന്നു ലോകത്തെ ഏറ്റവും ഹൈയസ്റ്റ് മൗണ്ടെയിൻ എന്നാണ് കരുതപ്പെട്ടിരുന്നത്. പക്ഷെ അതിനുശേഷം വന്ന സർവേയിൽ 1856 കാഞ്ചൻജംഗ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും മൗണ്ട് എവറസ്റ്റ് 1-ാം സ്ഥാനത്തും അതിനുശേഷം പാകിസ്ഥാനിലുള്ള K2 2-ാം സ്ഥാനത്തേക്കും എത്തിപ്പെട്ടു. നമ്മളങ്ങനെ വന്ന് ഈ ടുംലിംഗ് എത്തുന്നതിന് മുമ്പ് ടോങ്ലു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ടുംലിങ്ങിന് ഏകദേശം 2 കിലോമീറ്റർ മുമ്പ്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഈ വഴി പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ 28,000 അടി ഉയരമുള്ള സിക്കിമിലെ പെല്ലിങ്ങിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗ എന്ന് പറഞ്ഞൊരു മൗണ്ടൻ റേഞ്ച് നമ്മുടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കാണുന്നത് എന്തൊരു ഫീലായിരിക്കും അല്ലേ? പക്ഷേ മോശം കാലാവസ്ഥ കാരണം നമുക്കതങ്ങ് മിസ്സായി. നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ടുംലിംഗിൽ എത്തിയേക്കുവാണ്. ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ പോയി റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വല്ലതും കഴിക്കണം, ഫ്രഷ് ആവണം, എന്നിട്ട് ഇവിടെ ഒക്കെ ഒന്ന് നടന്ന് കാണണം. അത്രയാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു സെറ്റപ്പിൽ ഇത്രയും അടിപൊളി റൂം
പ്രതീക്ഷിച്ചിട്ടില്ല. സംഭവം നൈസായിട്ടുണ്ട്. എനിക്കറിയേണ്ട ബാത്റൂം എങ്ങനെ ഉണ്ടെന്ന്. ബാത്റൂം അടിപൊളിയാണ്, ബെഡ് അടിപൊളിയാണ്, എല്ലാം നൈസാണ്. അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ താവളം ഇവിടെയാണ്, തുമ്പിലിങ്കിൽ. സത്യം പറഞ്ഞാൽ 3 ദിവസമായി കുളിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ കുളിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ഫ്രഷ് ആകണം, വല്ലതും കഴിക്കണം. ഫുഡ് കഴിക്കാൻ വന്നാണ്. ഇതാണ് ഇവിടുത്തെ കഫറ്റീരിയ സെറ്റപ്പ്. നീറ്റാണ്, ഒന്നും പറയാനില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ട് ഇത്ര ഒരു അടിപൊളി സെറ്റപ്പ് കിട്ടുമെന്ന്. അതേതായാലും ഒരു അടിപൊളിയായി. ഇനി സന്തക്പൂർ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. അത് കുറച്ചുകൂടെ ദൂരെ ആയതുകൊണ്ട് അവർ ചൂടുവെള്ളമൊക്കെ താഴേന്ന് 3 കിലോമീറ്റർ താഴേന്ന് വെള്ളം ചുമന്നുകൊണ്ട് വന്നിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പം 1 ലിറ്റർ ചൂടുവെള്ളം, 1 ബക്കറ്റ് ചൂടുവെള്ളം കിട്ടണേ എത്ര 150 രൂപ അങ്ങോട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടു. ഫോണൊക്കെ ചാർജ് ചെയ്യുന്നതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം എന്നൊക്കെയാണ് കേട്ടത്. ഏതായാലും ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. वाईफाई पासवर्ड है. वाईफाई पासवर्ड है, बराबर नहीं चल रहा है. ये मौसम को वजह से बराबर नहीं चलता. कभी चलेगा, कभी बंद हो रहा है. मालूम नहीं पड़ा. ഇവിടെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായില്ല. ഇവിടെ വൈഫൈ ഇല്ലാന്ന് പറയുന്നത് പക്ഷേ ഇവിടെ കാണിക്കില്ല. വൈഫൈ പാസ്വേഡ് वाईफाई पासवर्ड चार्जेबल है. हाँ 50 पर डे. ठीक है. हाँ ഒരു ദിവസം 50 രൂപ. 50 അല്ല 100 വേണേൽ കൊടുക്കാൻ ഞാൻ. ആ പറഞ്ഞിട്ട് 50 കൊടുക്കരുത്. ഈ പാസ്വേഡ് എന്ന് പറയുന്നത് ഈ ഓപ്പ് ഇവിടെ എത്തിയെന്ന് നാട്ടിലോട്ട് ഒരു കമ്പി അടിക്കായിരുന്നു. വഴുതനങ്ങ പരിപ്പും കൂട്ടി പപ്പടം ഇട്ട് പൊടിച്ച് ചോറ് തന്നെ. ये अचार है, इमली का. ये पिकल, ये नून, सल्ट. അച്ചാറിൻ്റെ അടുത്ത് അച്ചാറെന്ന് തന്നെ പറയുന്നത്. ശരിയാണല്ലോ. നല്ല ഫുഡ്, തെറ്റ് പറയാൻ പറ്റത്തില്ല. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കവർ ചെയ്യാവുന്ന എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. തണുപ്പ് 12 ഡിഗ്രി 13 ഡിഗ്രിയൊക്കെ ഉള്ളൂ. പക്ഷേ ഭയങ്കര ഒരു കുത്തുന്ന തണുപ്പ്. അതെന്നാന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാകാ തണുപ്പല്ലേ ആണല്ലേ? അതാ തണുപ്പായോണ്ടാണ് അവൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നിനിപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ച് കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ട് ഈ ടുംബ്ലിങ്ങിൽ നമ്മൾ വന്ന വഴിയിൽ കുറച്ച് ടോപ്പിലോട്ട് കയറുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹിമാലയൻ റേഞ്ചസൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നാളെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.